ജെറുസലേം ആർക്കിയോളജിക്കൽ പാർക്കിൻ്റെ കീഴിലാണ് സിറ്റി ഓഫ് ഡേവിഡ് അഥവാ ദാവീദിൻ്റെ പട്ടണം സ്ഥിതി ചെയ്യുന്നത്. ഇതിലേക്ക് എൻട്രൻസ് ഫീ ഉണ്ട് കേട്ടോ. കാരണം ഞാൻ ഈ എൻട്രൻസ് ഫീ ഉണ്ടെന്ന് പറയാൻ കാരണം ചിലർക്ക് എല്ലാവർക്കും ഇപ്പം അറിയണം എന്നില്ലല്ലോ എൻട്രൻസിൽ ഫീ ഉണ്ടോ കാര്യങ്ങളുണ്ടെന്ന്. ചിലർക്കത് അഫോർഡബിൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ 34 ഷെക്കലാണ് എൻട്രൻസ് ഫീ ആയിട്ട് വരുന്നത്. എൻട്രൻസ് ഫീ ആയിട്ട് നമ്മൾ എടുത്തു കഴിയുമ്പം അതിൻ്റെ ഒരു മാപ്പും കാര്യങ്ങളും അതിനെക്കുറിച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളും നമുക്ക് തരും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഉള്ളിലോട്ട് പോകാം. ഇത് ദാവീദിൻ്റെ പട്ടണത്തിൻ്റെ ചെറിയൊരു ഔട്ടർ ലുക്കാണ് കേട്ടോ. അത് മൗണ്ട് ടെമ്പിളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓൾഡ് സിറ്റീൻ്റെ ഒരു ഭാഗത്തെ ഫുൾ കവർ ചെയ്തിട്ട് ഒരു ചെറിയൊരു മിനിയേച്ചർ സ്ട്രക്ചർ ഇവിടെ പണിത് വെച്ചിട്ടുണ്ട്. കൂടാതെ ടി വിയിൽ കാലഘട്ടത്തിലുണ്ടായിരുന്ന ടെമ്പിൾ നിർമ്മിക്കാൻ, അതായത് സിറ്റി ഓഫ് ഡേവിഡ് നിർമ്മിക്കുന്ന സമയത്തുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നുണ്ട്. അത് കണ്ടോ, മൗണ്ട് ടെമ്പിളാണ് കേട്ടോ. ആ കുഞ്ഞി ഒരു താഴെക്കുടത്തിൻ്റെ കീഴിൽ നിൽക്കുന്ന ആ കുഞ്ഞി ഗോൾഡൻ കളറിലുള്ളത് അത് മൗണ്ട് ടെമ്പിളാണ്. പിന്നെ ഈ പരിപരാന്ന് പോകുന്നൊരു നിര പോലെ പോകുന്ന ഒരു പാമ്പ് പോലെ പോകുന്നത് കണ്ടോ, അത് ഓൾഡ് സിറ്റീൻ്റെ മതിലാണ് കേട്ടോ. ഓൾഡ് സിറ്റീനെ ചുറ്റിയിട്ടുള്ള സംരക്ഷണ മതിൽ, 8 ഗേറ്റുകളോട് കൂടിയിട്ടുള്ള മതിലാണ് കേട്ടോ. അത് ഓൾഡ് സിറ്റീൻ്റെ സ്ട്രക്ചറാണ്. പിന്നെ ഇവിടെ കണ്ടോ, ഈ 2 സൈഡിലായിട്ടും വലിയ വലിയ കുറേ പാറകൾ കാണാം. നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴും ആ പാറകൾ കാണാം. ആ പാറകളെ സ്റ്റെപ്പഡ് സ്റ്റോൺ സ്ട്രക്ചർ എന്നാണ് പറയുന്നത്. അത് അത്രയും വലിയ വലിയ സ്റ്റോണുകൾ ഇവിടുന്ന് ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് കുഴിച്ചെടുത്തതാണ്. ഇത് കണ്ടോ, ഈ കല്ലുകളെ പറയുന്ന കേട്ടോ സ്റ്റെപ്പഡ് സ്റ്റോൺ സ്ട്രക്ചേഴ്സ് എന്ന്. അതായത് ഇവർ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇരുമ്പുയുഗ കാലഘട്ടത്തിലാകാം ഇത് നിർമ്മിച്ചതെന്നത്. അതായത് ഈ നഗരം നിർമ്മിച്ചത് ഇരുമ്പുയുഗ കാലഘട്ടത്തിൻ്റെ അടുത്തായിരിക്കാം എന്നാണ് കരുതപ്പെടുന്നത്. ഞാൻ വരുന്നിടത്ത് ഇവിടെ അത്ര നല്ല കാലാവസ്ഥയല്ലായിരുന്നു. മഴ ഇപ്പം പെയ്യില്ല എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷേ എന്തോ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്ത് ഫുൾ തീരുന്നിടം വരെ മഴ പെയ്തില്ല. മഴ എന്നെ രക്ഷിച്ചു. ഇടയ്ക്ക് പകുതിയൊക്കെ എത്തിയപ്പോഴത്തേക്കും മഴ പെയ്യാൻ തുടങ്ങിയായിരുന്നു. ഇപ്പോഴും ഇത് കുഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇങ്ങനെ മാന്തി തുറന്നെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇവർ ഫുൾ. ഇങ്ങനെ എന്താ പറയുക, ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഈ ഒരു സിറ്റി ഓഫ് ഡേവിഡിനെ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ കല്ലുകളുടെ വലിപ്പം കണ്ടോ. അത് നിങ്ങൾക്ക് ഓൾഡ് സിറ്റീൻ്റെ മതിൽ കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ കാണിച്ചു തരാവേ. ആ മതിലിൻ്റെ അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു നഗരം എന്ന് പറഞ്ഞാൽ, അതായത് ഈ ഒരു രാജ്യം എന്ന് പറയുന്നത് ഒരാളുടെ കൈവശം ഉണ്ടായിരുന്നതല്ല. അപ്പം വിവിധ കാലഘട്ടത്തിൽ ആ മതിലുകളുടെ ഹൈറ്റ് ഇങ്ങനെ കൂടിക്കൂടി വന്നപ്പം, അതായത് ദാവീദ് രാജാവിൻ്റെ കാലഘട്ടത്തിലെ കല്ലുകൾക്ക് അത്യാവശ്യം നല്ല വലിപ്പവും, അത് കഴിഞ്ഞ് ഓരോ രാജാക്കന്മാരും ഓരോ ഭരണാധികാരികളും വന്നപ്പോൾ മതിലിന് വലിപ്പം കൂട്ടിയതിനനുസരിച്ച് ആ ഒരു സ്ട്രക്ചർ, അത് കല്ലിൻ്റെ രീതിയും ഘടനയ്ക്കും ഒക്കെ മാറ്റമുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കയറിയ സമയത്ത് എനിക്ക് എൻട്രൻസ് കിട്ടുമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. ഇത് മൗണ്ട് ടെമ്പിളിനെ തൊട്ടടുത്ത്, അതായത് വിലാപമതിലിനും മൗണ്ട് ടെമ്പിളിനൊക്കെ തൊട്ടടുത്തായിട്ട്, അതായത് ആ മതിലിന് തൊട്ട് പുറകിലായിട്ട് ഫ്രണ്ടിലായിട്ടാണ് ദാവീദിൻ്റെ പട്ടണം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അപ്പം ഇതിനുള്ളിൽ കയറണമെങ്കിൽ എൻട്രൻസ് ഫീ ഉണ്ടെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ദാവീദ് രാജാവിൻ്റെ ജെബൂസൈറ്റുകളിൽ നിന്ന് നഗരം കീഴടക്കി. അതായത് ജെബൂസൈറ്റുകളിൽ നിന്നാണ് ദാവീദ് രാജാവ് ഈ പട്ടണം കീഴടക്കിയത്. അതിനുശേഷം 33 വർഷം നഗരത്തിൽ അദ്ദേഹം ഭരിച്ചു എന്നാണ് പറയപ്പെടുന്നത്. 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ ഗ്രാമം പടിഞ്ഞാറ് ഭാഗത്തേക്ക് അദ്ദേഹം വ്യാപിപ്പിച്ചിരുന്നു. അതായത് സിൽവാൻ്റെ ആ ഭാഗത്തേക്ക് അദ്ദേഹം വ്യാപിപ്പിച്ചിരുന്നു. അതായത് ഇതെന്ന് പറഞ്ഞാൽ പലസ്തീനിലെ അറബ് ഗ്രാമമായ സിൽവാൻ്റെ അടുത്താണ് സിറ്റി ഓഫ് ഡേവിഡ്, അതായത് ദാവീദിൻ്റെ പട്ടണം സ്ഥിതി ചെയ്യുന്നത്. അതായത് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ മേലെ കയറുമ്പോൾ കാണാം കേട്ടോ, അത് സിൽവാൻ്റെ ഇത് കാണിച്ചു തരാം ഞാൻ. അപ്പം ആ പ്രദേശത്തേക്ക്, അതായത് സിൽവാൻ്റെ ആ ഭാഗത്തേക്ക് അദ്ദേഹം 20-ാം നൂറ്റാണ്ടിന് ശേഷം ഈ ഒരു പട്ടണം വ്യാപിപ്പിച്ചിരുന്നു. അതിനുശേഷം 1948 മുമ്പ് വരെ ഈ പ്രദേശം അറബിയിൽ വാദി അൽ നബാബ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അതായത് സിൽവാനിലെ ആ ഒരു ഭാഗം, അതായത് വാലി ആ ഒരു ഭാഗം എന്നറിയപ്പെടുന്നത് വാദി അൽ നവാബ് എന്നായിരുന്നു. എന്നാൽ 1948 അറബ് ഇസ്രായേൽ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട മുക്താറിൻ്റെ ഭാര്യയുടെ പേരിലായി വാദി അൽ ഹിൽവ എന്ന പുനർനാമീകരണം ചെയ്യപ്പെട്ടു ആ ഭാഗത്തിന്, ആ ഒരു വാലിക്ക്. അപ്പം സിറ്റി ഓഫ് ഡേവിഡിന് ഇങ്ങനെയാണ് കാണപ്പെടുന്നത്. ടെമ്പിൾ മൗണ്ടിന് താഴെയായിട്ടാണ് ഈ ഒരു സിറ്റി ഓഫ് ഡേവിഡ്, അതായത് ദാവീദിൻ്റെ പട്ടണം സ്ഥിതി ചെയ്യുന്നത്. 70 മീറ്റർ നീളവും 30 മീറ്റർ വീതിയും 9 മീറ്റർ ആഴവുമുള്ള കിടങ്ങുകൾ, അതായത് ഈ അടിയിലോട്ട് പോകുന്ന ഭാഗമുണ്ടല്ലോ, കിടങ്ങുകൾ കണ്ടെത്തിയത് 1960-ലാണ്. ഈ ഭാഗമൊക്കെ 1960 കണ്ടെത്തിയതാണ്. അതിനുശേഷം
ഇത് BC 900 അടുത്ത് ഇരുമ്പ് യുഗത്തിൻ്റെ അവസാനത്തിലായിരിക്കാം ഇത് നിർമ്മിച്ചതെന്ന് കരുതപ്പെടുന്നു. അതായത് ഈ സിറ്റി ഓഫ് ഡേവിഡ് നിർമ്മിച്ചത് BC 900 അടുത്തായിരിക്കാം എന്ന് കരുതപ്പെടുന്നു. ഇതിൻ്റെ ഒരുപാട് സ്റ്റെപ്പുണ്ട്. സ്റ്റെപ്പ് കയറി എനിക്ക് വയ്യാണ്ടായി എന്ന് പറയാം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നടന്നിട്ട് അത്യാവശ്യം നല്ല നടക്കാനുണ്ടായിരുന്നു. ഇത് കവർ ചെയ്യാൻ എനിക്കൊന്ന് ഒരു 10-45 1 മണിക്കൂറിന് എടുത്തെത്തു ഞാനൊന്ന്. അത് വെച്ചിട്ടുണ്ടെങ്കിൽ മാപ്പ് നോക്കിയിട്ട് വേണം പോകാൻ വേണ്ടി. നമ്മൾ മിസ്സാക്കാൻ പാടില്ലല്ലോ കാര്യങ്ങൾ. ഇതിൻ്റെ മേലെ എത്തിയിട്ട് മേലെ ഒരു അടിപൊളി വ്യൂ ആണ്. എൻ്റെ പൊന്നുളിയോ, എനിക്ക് പറയാൻ വയ്യ, അത്ര അടിപൊളിയായിരുന്നു. ആ ആകാശവും മഴ പെയ്യാൻ നിൽക്കുന്ന ആ ഒരു ഇതും ആ സിൽവാൻ്റെ ഒരു ലുക്കും അതാട്ടോ സിൽവാൻ. അതായത് ഒലീവ് മലയുടെ തൊട്ടടുത്ത ആ ഭാഗം, ആ കുറേ കെട്ടിടങ്ങൾ കണ്ടോ, അത് സിൽവാൻ. ഇത് കണ്ടോ, സൂം ചെയ്ത് കാണിച്ചു തരാം. സിൽവാൻ, ഇതാണ് സിൽവാൻ. അത് പലസ്തീൻ സിൽവാൻ്റെ ഭാഗമാണ് കേട്ടോ. ആ ഭാഗമൊക്കെ അടിപൊളിയാണ്. ഇതിൻ്റെ മേലെ നിന്ന് നോക്കാൻ എന്നാ വ്യൂ അല്ലേ, എനിക്ക് വയ്യ. എന്തായാലും അടിപൊളി ലുക്ക്. ഈ വെണ്ണക്കല്ലിലൊക്കെ തീർത്ത കുറേ കെട്ടിടങ്ങൾ എന്നൊക്കെ പറയില്ല, അതുപോലെയുണ്ട് ഇതിൻ്റെ ഉള്ളിൽ എല്ലാ സ്ട്രക്ചേഴ്സും. ഈ കാണുന്നതാണ് ദാവീദിൻ്റെ പട്ടണം. ഇതിൻ്റെ അങ്ങേ അറ്റം വരെ ഞാൻ പോയിട്ട് വീഡിയോ എടുത്തിട്ടുണ്ടല്ലോ, മടുത്തു പോയായിരുന്നു സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സാരില്ല, പക്ഷേ കാണാൻ നമുക്കൊരാഗ്രഹം ഉണ്ടല്ലോ. പിന്നെ ഇതിന് താഴോട്ട് ഇറങ്ങിയിട്ട് ആ മതിലിൻ്റെ അതിലിങ്ങനെ പോകാൻ കേട്ടോ, അതിൽ പോകാനുള്ള ഒരു ഗ്യാപ്പുണ്ട്. പക്ഷേ റിസ്ക് എടുക്കാൻ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടും എൻ്റെ കാല് ഞാൻ കുറേ നടന്ന് എൻ്റെ കാല് അത്ര സുഖകരമല്ലാത്ത രീതിയിലായതുകൊണ്ടും ഞാൻ എന്ത് ചെയ്തു, ആ റിസ്ക് എടുക്കാൻ താല്പര്യപ്പെട്ടില്ല. കണ്ടോ, താഴോട്ട് പോകാം. ഇങ്ങനെ ആ മതിലിൻ്റെ താഴെ കൂടി ഇങ്ങനെ നൈസായിട്ട് ആ വ്യൂ ഇങ്ങനെ കാണാൻ പാകത്തിന് അങ്ങോട്ട് പോകാം. പക്ഷേ ആ റിസ്ക് എടുക്കാൻ ഞാൻ തയ്യാറല്ല. റിസ്ക് അല്ല, പക്ഷേ എനിക്ക് വയ്യാത്തതുകൊണ്ടാണ് ഞാൻ പോകാത്തത്. ഇനി അപ്പുറ ഭാഗത്തേക്ക്, അതായത് ആ എന്താ പറയുക, പലസ്തീൻ അറബ് ഗ്രാമമായ സിൽവാൻ്റെ ആ ഭാഗത്തേക്ക് സിറ്റി ഓഫ് ഡേവിഡ് ദാവീദിൻ്റെ പട്ടണം ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. അത് കാണാൻ പോകാണ് നമ്മൾ. ഇത് കണ്ടോ, ഫ്ലവേഴ്സൊക്കെ ഇവിടെ ഞാൻ പറഞ്ഞില്ലായിരുന്നു, വസന്തകാലം തുടങ്ങിയപ്പോഴത്തേക്കും ഫുള്ള് ഫ്ലവേഴ്സ്. എന്നാ ബുക്കാണെന്നറിയാമോ ഈ ഫ്ലവേഴ്സൊക്കെ കാണാൻ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കുമ്പോൾ താഴേക്കൊരു വഴിയുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ താഴോട്ട് പോകാമെന്ന് വിചാരിച്ച് താഴേക്ക് ഇറങ്ങിയാണ്. താഴേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും ഇത് ഭയങ്കര സ്ട്രക്ചർ, ഇതിങ്ങനെ എന്താ പറയുക, ഇങ്ങനെ നമ്മൾ എന്തോ ഒരു പാതാളത്തിലേക്ക് ഇറങ്ങിപ്പോകുന്നൊരു ഫീലായിരുന്നു എനിക്കുണ്ടായിരുന്നത്. സത്യം പറഞ്ഞാൽ ഇത്രയും താഴെയാണ് ഇതിൻ്റെ. നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല, ഒരു ടണലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു മാതാവിൻ്റെ ജനന സ്ഥലം. അതൊക്കെ ഈ ഒരു ലെവലിലാണ്, ആ ഭാഗമൊക്കെ ഈ ഒരു ലെവലിലാട്ടോ, ഇത്രയും താഴെയാണുള്ളത്. ഇത് കണ്ടോ, ചെറിയൊരു റൂം പോലത്തെ ഭാഗങ്ങളൊക്കെയാണ് ആ നഗരത്തിലുണ്ടായിരുന്ന ചെറിയൊരു റൂം, ബെഡുള്ള സ്ഥലങ്ങൾ, ആ ഒരു എല്ലാം കുറേ എന്താ പറയുക, നമ്മുടെ ഈ എടക്കൽ ഗുഹ, വയനാട്ടിലെ എടക്കൽ ഗുഹയിലൊക്കെ ചുവരെഴുത്തൊക്കെ ഇല്ലേ, അതുപോലെ കുറേ ഭാഗങ്ങളുണ്ട്. കാരണം അത്രയും താഴെയാണ് സിറ്റി കിടക്കുന്നത്, ഒരുപാട് താഴെ. അപ്പം ആ ഒരു ചുവരെഴുത്തും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് അതിൻ്റെ എന്തൊക്കെയായിരുന്നു ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന സാധനങ്ങൾ, ബിൽഡിങ് ചെയ്ത റൂംസും ഇത്ര റൂമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുണ്ട്. ചെറിയ ചെറിയ തുരങ്കങ്ങൾ പോകണം. എൻ്റെ ബാക്കിൽ ബാക്ക് ഉള്ളതുകൊണ്ട് ഇങ്ങനെ നുഴഞ്ഞു പോകാൻ നല്ല കഷ്ടപ്പാടായിരുന്നു. പക്ഷേ ആ ഒരു അന്നത്തെ കാലത്ത് ഇത്രയും സെക്യൂർ ആയിട്ടൊരു സംഭവം ഉണ്ടാക്കി വെച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറയണ്ടേ, അതും ഭൂമിൻ്റെ ഉള്ളിൽ അണ്ടർഗ്രൗണ്ടിൽ പോലെ ഉണ്ടാക്കി വെച്ചേക്കണം. ഇതൊക്കെ റൂമായിരിക്കാം, അന്നത്തെ കാലത്തെ അവർ താമസിച്ചുകൊണ്ടിരുന്ന റൂമായിരിക്കും. ഇങ്ങനത്തെ ഒരു സ്ഥലത്തായിരുന്നു അന്ന്. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഒരാളുടെ എന്താ പറയുക ഭരണത്തിൻ്റെ കീഴിലുണ്ടായിരുന്ന സ്ഥലമല്ല, ഒരുപാട് ആൾക്കാരുടെ ഭരണത്തിൻ്റെ കീഴിൽ അന്നേ ഇത് പ്രൊട്ടക്റ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നതായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ കുറേ തുരങ്കങ്ങൾ പോലത്തെ സ്ഥലങ്ങളുണ്ട്. നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ വളരെ സാഹസികപരമായിട്ട് കയറിപ്പോകേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതുകൊണ്ട് ഇതൊക്കെ ഇങ്ങനെ കുറേ തുരങ്കങ്ങളുണ്ട്. ഇറങ്ങി കുറേ താഴോട്ട് ഇറങ്ങണം, പിന്നെ കുറേ മേലോട്ട് കയറണം, സ്റ്റെപ്പ് കൊണ്ട് മേലോട്ട് കയറും, പിന്നെയും കുറേ താഴോട്ട് പോകും. ഇതൊക്കെ തന്നെ അവസ്ഥ. ഇതിൻ്റെ ഉള്ളിലാണ് എന്തോ ഒരു മാർബിൾ കൊണ്ടല്ല, എന്തോ ഇങ്ങനെ എന്തോ ഒരു രൂപം അവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കുറേ ചുവരെഴുത്തുകൾ പോലെ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ. നമ്മുടെ എടക്കൽ ഗുഹയിലൊക്കെയുള്ള പോലെ ഗുഹാചിത്രങ്ങളില്ലേ, അതുപോലെ. ഇതെനിക്കൊന്ന് ബെഡ് ഇടാനുള്ള മറ്റേ കട്ടിൽ പോലത്തെ എന്തോ ഒരു സംഭവമാണ്. റൂമൊക്കെയാണ് ഇതൊക്കെ. ഇവർ അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്ന റൂമായിരുന്നു എന്ന് തോന്നുന്നു കേട്ടോ. ഇതൊക്കെ ചെറിയൊരു കോർട്ട്യാർഡ് പോലെ ഉണ്ട്. പക്ഷേ ഇതിൻ്റെ മേലെയൊക്കെ കവർ ചെയ്ത് പോയിട്ടുണ്ടായിരിക്കാം അന്നത്തെ കാലത്ത്. പക്ഷേ ഇപ്പോൾ അതൊക്കെ പൊളിഞ്ഞു പോയതായിരിക്കാം. നമുക്ക് ഇത് നടന്ന് മടക്കുന്നവർക്ക് ഇരിക്കാനുള്ള ബെഞ്ചാണ് കേട്ടോ. കാരണം അത്രയും ദൂരം നടക്കാനുണ്ട്, അത്യാവശ്യം നല്ല ദൂരം നടക്കാനുണ്ട്. അത്യാവശ്യം നടന്ന് കാണാൻ പറ്റും എന്നുള്ളവർ മാത്രം ഇവിടെ വന്നാൽ മതി കേട്ടോ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടാസ്ക്കാണ്. സ്റ്റെപ്പും അതുപോലെയാണ്, താഴോട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
ഒരു ഒറ്റ ലെയറിലല്ല ഈ ബിൽഡിങ്സ്. അതായത് അന്നത്തെ അവരുടെ പട്ടണം എന്ന് പറഞ്ഞാൽ അയ്യോ ഒറ്റ നിലയിലല്ല കേട്ടോ. അതിങ്ങനെ അടിയിലോട്ട് അണ്ടർഗ്രൗണ്ടിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. അതിൻ്റെ സ്റ്റെപ്പുകളുടെ ഒരു ഇതുണ്ട് കേട്ടോ. കണ്ടോ സ്റ്റെപ്പ് കണ്ടോ? അന്നത്തെ നിർമ്മിച്ച ആ സ്റ്റെപ്പുകളും ഇപ്പോഴും അവരവിടെ ഉണ്ട്. പക്ഷേ ആ സ്റ്റെപ്പുകളൊന്നും നമുക്ക് ഇറങ്ങാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് വേറെ പുതിയ സ്റ്റെപ്പുകളെന്ന് വെച്ചിട്ടാണ് ഇപ്പം ഇതിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ നൈസായിട്ട് ഇറങ്ങിപ്പോകുന്നത്. അന്നത്തെ കാലത്ത് ഇത്രയും ബിൽഡിങ്, അതായത് കണ്ടോ ആ ഒരു സ്ട്രക്ചർ മേൽഭാഗത്തേക്ക് ഇപ്പം നിർമ്മിച്ച ആ ഒരു 2-3 കട്ടകളും അടിഭാഗത്തുള്ളത് ഏറ്റവും പഴയ കട്ടകളാണ്. ഈ കട്ടേൻ്റെ ഒരു സ്ട്രക്ചർ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ഇതെനിക്ക് തോന്നുന്നു ചെറിയൊരു ടണൽ പോലെ എന്തോ ആണ്, വെള്ളം സംഭരണി പോലെ, വെള്ള സംഭരണി പോലെ എന്തോ ഒരു സംഭവമാണ്. ഇങ്ങനെ കുറേ അണ്ടർഗ്രൗണ്ടിൽ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. അതായത് ഇതിൻ്റെ താഴെയാണ് അതായത് പലസ്തീൻ്റെ കുറച്ചും കൂടി താഴെ ഭാഗത്തായിട്ടാണ് സിലോഹോ ടണലുള്ള, അതായത് ഹെസേക്കിയാസിൻ്റെ ടണലുള്ള, വെള്ളം പോകുന്ന ടണലുള്ള ആ ടണലുമായിട്ട് ഇതിന് കണക്റ്റഡ് ആണ് കേട്ടോ. ആ ഒരു ഏറ്റവും കുന്നിൻ്റെ താഴെയായിട്ടുള്ള സിലോഹോ ടണലുമായിട്ട് ഈ ഭാഗത്തിന് കണക്റ്റഡ് ആണ്. ഈ ഭാഗം കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ സ്റ്റെപ്പ് കയറുന്നത് നല്ല ടാസ്ക്കാണ്. ഇതിൻ്റെ ഒറിജിനൽ സ്റ്റെപ്പ് ഉണ്ടല്ലോ, അതായത് അന്നത്തെ കാലത്ത് നിർമ്മിച്ച സ്റ്റെപ്പുകൾ കയറുക എന്ന് പറഞ്ഞാൽ നല്ല ടാസ്ക്കാണ്. ഒന്നാമത് കാല് മടുത്തായിരുന്നു, പക്ഷേ കയറാണ്ട് വേറെ നിവൃത്തിയില്ലല്ലോ, കയറണം. അങ്ങനെ ഞൊഞ്ഞ് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് കണ്ടോ കുറേ തുളകളുണ്ട്. അതൊക്കെ ടണലാണ്. അതിൻ്റെ ഉള്ളിലുള്ള വെള്ളം സംരക്ഷിച്ച് സംഭരണികൾ പോലത്തെ ടണലുകളാണ് കേട്ടോ കംപ്ലീറ്റ്. ഇതിങ്ങനെ കുറേ ദൂരം പോകാനുണ്ട്. കുറേ ദൂരം എന്നല്ല, അത്യാവശ്യം നല്ല ദൂരം പോകാനുണ്ട്. അവിടെ എന്തൊക്കെയോ അടച്ചു വെച്ചേക്കാണ്, അതിൻ്റെ ഉള്ളിലേക്ക് ടണലൊക്കെ ഭാഗത്തേക്ക് അടച്ചു വെച്ചേക്കാണ്. അങ്ങനെ നമ്മൾ സിറ്റി ഓഫ് ഡേവിഡിൻ്റെ വേറൊരു അപ്പുറത്ത് ഓപ്പോസിറ്റ് സൈഡിലേക്ക് എത്തിയിരിക്കുന്നു. ഇവിടെ എന്തൊക്കെയോ ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളും ഉണ്ട്. ഇൻഹിബിഷൻ ഹൗസ് ഇത് നിർമ്മിച്ചത് ഇന്ന കാലത്താണെന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ അങ്ങേ അറ്റത്ത് എത്തണമെങ്കിൽ നല്ലൊരു ടാസ്ക്കാണ്. ആ കാണുന്നത് ഒലീവ് മലയാണ് കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടല്ലേ, സാരില്ല. അപ്പം ഇതിൻ്റെ ഇടയ്ക്കൂടെ ഇറങ്ങിപ്പോകുക എന്നല്ല, ഇതിങ്ങനെ കുറേ നേരം മേലോട്ട് കയറും, പിന്നെ കുറേ നേരം താഴോട്ടിറങ്ങും, പിന്നെ കുറച്ച് നേരം താഴോട്ടിറങ്ങും. ഇത് തന്നെ പരിപാടി. പക്ഷേ ആ ഒരു അന്നത്തെ കാലത്ത് ആ സിറ്റി ഓഫ് ഡേവിഡ് എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ, എനിക്ക് തോന്നുന്നു ഇതൊരു കൊട്ടാരമായിരിക്കും ചിലപ്പം. ഇത്രയും വലുതെന്നൊക്കെ പറയുമ്പോൾ എൻ്റെ പൊന്നോ, ഇതിൻ്റെ അങ്ങേ അറ്റത്ത് നിന്ന് അപ്പുറം അറ്റത്തെത്തണമെങ്കിൽ എനിക്കൊന്ന് ഓട്ടോ വിളിക്കണം, അത്രയും ദൂരമുണ്ട്. അതിൻ്റെ ആ പട്ടണവും നമ്മുടെ ഓൾഡ് സിറ്റീൻ്റെ ഉള്ളിൽ കണ്ടിട്ടില്ല, ഇങ്ങനെ അടുത്തടുത്ത് കെട്ടിടങ്ങൾ. ഇവിടെ നിന്ന് കുറച്ച് എന്താ പറയുക മൺപാത്രങ്ങളും കാര്യങ്ങളും ഒക്കെ കണ്ടെത്തിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് അവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ റൂൾസ് ആൻഡ് റിച്വൽസ്. ഇതിൻ്റെ ഉള്ളിൽ ഇവരുടെ നമ്മുടെ എന്താ പറയുക, ഈ മുസ്ലിങ്ങളൊക്കെ നിസ്കരിക്കാൻ പോകുമ്പോൾ നമ്മൾ കാലും കൈയൊക്കെ കഴുകുന്ന ഇങ്ങനെ ചെറിയ അങ്ങനത്തെ ചെറിയ പോണ്ടുകളുണ്ടല്ലോ. പോണ്ട് എന്ന് പറയുമ്പോൾ കുളം പോലത്തെ സ്ഥലങ്ങൾ, അങ്ങനത്തെ പ്രാർത്ഥനയ്ക്ക് മുമ്പ് പോകുന്നതും കുളിക്കാനായിട്ടുള്ള കുളങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലായിട്ട് കാണിച്ചു തരാവേ. ഇത് കണ്ടോ രാജകൊട്ടാരത്തിൻ്റെ ആ ഫ്രണ്ട് ഭാഗം, എന്താ പറയുക, ആ ഒരു എന്താ പറയുക, എന്താ പറയുക ഞാനിപ്പം, ആ ഒരു സ്ട്രക്ചർ ഉണ്ടല്ലോ, ആ സ്ട്രക്ചറൊക്കെ ഇപ്പോഴും അതുപോലെ തന്നെയുണ്ട് കേട്ടോ. ഞാനോർത്ത് ഇത്രയും കാലം മുമ്പ് എത്ര ഭംഗിയായിട്ടായിരിക്കും അവരൊക്കെ ചെയ്തിട്ടുണ്ടാവും. സമ്മതിക്കണം. അപ്പം ഇതിൻ്റെ ഇടയ്ക്കൂടെ ഇങ്ങനെ ഇറങ്ങിപ്പോയി. ഇത് വലിയ എന്താ പറയുക, വലിയ കല്ലുകൾ കൊണ്ട് ഒരൊറ്റ കല്ലിലൊക്കെ ചീർത്ത സ്തംഭം എന്നൊക്കെ പറയില്ലേ, അതുപോലെയാണ് ഇത് നിർമ്മിച്ചേക്കുന്നത്. എല്ലാം A to Z കാര്യങ്ങൾ അങ്ങനെയാണ്. ഈ ഒറ്റ കല്ലേൽ ഇങ്ങനെ ഉള്ളിൽ പാറ ഇങ്ങനെ തുരന്നെടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ നിർമ്മിച്ച പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത്. എക്സാക്ട്ലി നമ്മുടെ എടക്കൽ ഗുഹ പോയിട്ടുള്ളവർക്കറിയാം, പാറേൻ്റെ ഉള്ളിൽ തുരന്ന് പാറേൻ്റെ മേലെ ഇരിക്കുന്നതേ ഉള്ളൂ. ഇത് പാറ തുരന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു വീട് പണിത പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത്. പാറ തുരക്കാൻ പറ്റാത്ത ഭാഗങ്ങളിലൊക്കെ ഇങ്ങനെ കെട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ കുറേ പാറകൾ തുരന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാലും അന്നത്തെ കാലത്തെ മനുഷ്യന്മാരെയൊക്കെ സമ്മതിക്കണം. മനുഷ്യന്മാരെ സമ്മതിച്ചാൽ പോരാ, ഇന്നത്തെ കാലത്ത് ഇത്രയും നന്നായിട്ട് ഇത് നിലനിർത്തി പോരുന്നുണ്ടല്ലോ, അത് തന്നെ വലിയൊരു സംഭവമാണ്. അത് വേറെ കാര്യം. അങ്ങനെ സ്റ്റെപ്പ് കയറുന്നു, സ്റ്റെപ്പ് ഇറങ്ങുന്നു, ഇത് തന്നെയാണ് പരിപാടി. ഞാൻ വേറെ കാര്യം പറയാൻ മുട്ടുപോയി. ഇത് ഞാനവിടെ എന്താ പറയുക, വെസ്റ്റേൺ വേൾഡിലല്ല, അതായത് വിലാമതിലിൻ്റെ അവിടെ പോയപ്പം ഒരു അപ്പച്ചൻ കെട്ടിത്തന്നാണ്. എന്തിനാ കെട്ടിത്തന്നെന്ന് എനിക്കിതുവരെ മനസ്സിലായില്ല. ഞാൻ അപ്പച്ചനോട് ചോദിച്ചു എന്താണ് ഇതിനുള്ള കാരണം. ഇത് കെട്ടിയിട്ട് പ്രാർത്ഥിക്കും. അപ്പോൾ ഒരു റബി അവിടെ നിൽപ്പുണ്ടായിരുന്നു. പുള്ളി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചായിരുന്നു, തലയെ കൈ വെച്ച് പ്രാർത്ഥിച്ചു. എന്താ പ്രാർത്ഥിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല, പക്ഷെ പുള്ളി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഓക്കെ ശരി. അതെന്തിനുകൊണ്ട് കെട്ടിത്തന്നു എന്ന് എനിക്ക് മനസ്സിലായില്ല. എന്നോട് ചോദിച്ചു എവിടുന്നാണ് വരുന്നത്, ഞാൻ പറഞ്ഞു ഇന്ന സ്ഥലത്തു നിന്നാണ്, ഇന്ത്യയിൽ നിന്നാണ് വരുന്നതെന്നൊക്കെ പറഞ്ഞപ്പോൾ പുള്ളി എനിക്ക് കെട്ടിത്തന്നാണ്. അത് ഞാൻ വലിയ കാര്യമാക്കിയില്ല. എന്തായാലും കെട്ടി തന്നാണല്ലോ, കയ്യിലിരിക്കട്ടെ എന്ന് ചോദിച്ചു. പിന്നെ നോക്കുമ്പോൾ അഴിക്കാൻ പറ്റുന്നില്ല, അപ്പോൾ കയ്യിൽ കെട്ടി വെച്ച്.
അപ്പം ഇങ്ങനത്തെ ഒരുപാട് കിടങ്ങുകളും കാര്യങ്ങളും ഒക്കെ ഇവിടെ ഇത് കണ്ടോ, ഇതിൻ്റെ ആഴം കണ്ടോ. ഞാനിപ്പോൾ മേലെ എത്തി, ഇത്രയും നേരം താഴെയായിരുന്നു, ഇപ്പം മേലെ എത്തി. അപ്പം ഇതിൻ്റെ ആഴം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു, ഇതിന് 70 മീറ്റർ നീളവും 30 മീറ്റർ വീതിയും 9 മീറ്റർ ആഴമുള്ള കിടങ്ങുകളാണ്. അത് അത്രയും താഴെ ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് എങ്ങനെ ഇത് മാന്തി എത്ര നാളുകൊണ്ടായിരിക്കുമല്ലോ ഇത് മാന്തി എടുത്തിട്ടുണ്ടാവുക. കഷ്ടം തന്നെ. ആ ബസ്സുകൾ പോകുന്നുണ്ടോ, ആ ബസ്സുകളൊക്കെ പോകുന്നത് എങ്ങോട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലസ്തീനിലേക്ക് പോകുന്ന ബസ്സുകൾ, അറബ് ഏരിയയിലോട്ട് പോകുന്ന ബസ്സുകളാട്ടോ. അങ്ങോട്ടേക്ക് അപ്പുറ സൈഡിലേക്ക് മൊത്തം അറബ് ഏരിയ ആണ്, അങ്ങോട്ടേക്ക് പോകുന്ന ബസ്സുകളാണ്. ഇതിൻ്റെ നേരെ തൊട്ട് അപ്പുറ സൈഡിലാട്ടോ മുസ്ലിം സിമിട്രി ഉള്ളത്. ഇതിൻ്റെ മേൽഭാഗത്താണ് നമ്മൾ മൗണ്ട് ടെമ്പിൾ, അൽ-അക്സ മോസ്ക്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ മേൽഭാഗത്താണുള്ളത് കേട്ടോ. അതിൻ്റെ മേലെ കണ്ടോ, അൽ-അക്സ മോസ്കിൻ്റെ താഴെ കൂടെ നമുക്ക് കാണാൻ പറ്റും ചെറിയൊരു നിറത്തിലുള്ളത്. ഇത് ബിൽഡിങ്സ് ഇപ്പോഴും ദാവീദിൻ്റെ പട്ടണത്തിൻ്റെ ബിൽഡിങ് ഇപ്പോഴും ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ എപ്പോഴും വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും പറയുന്നൊരു കാര്യമാണ്, പലസ്തീൻ എന്താ പറയുക, ഇസ്രയേലുകൾ പിടിച്ചെടുത്ത പലസ്തീൻ്റെ പ്രദേശമാണ് എന്നെപ്പോഴും വീഡിയോയിൽ ഞാൻ ഇടുമ്പോൾ എപ്പോഴും പറയുന്നതാണ്. എടോ, ഇത് ഒരു രാജ്യക്കാർ മാത്രം പിടിച്ചെടുത്ത ഭൂമിയല്ല. അതായത് ഇത് ഉണ്ടായിരുന്ന പലരും, അതായത് കുരിശുയുദ്ധം നടന്നിട്ടുണ്ട്, ബ്രിട്ടീഷുകാർ നടത്തിയിട്ടുണ്ട്, ഓട്ടോമൻ സുൽത്താൻ നടത്തിയിട്ടുണ്ട്, പിന്നെ എന്താ പറയുക റോമാക്കാർ നിർത്തിയിട്ടുണ്ട്. ഒരുപാട് സ്ട്രഗിൾ ഉണ്ടായ ഒരു ഭൂമിയാണിത്. ഒരുപാട് ഫൈറ്റും കാര്യങ്ങളും യുദ്ധവും കാര്യങ്ങളൊക്കെ നടത്തി ഉണ്ടായിരുന്ന ഒരു സ്ഥലം കൂടിയാണിത്. ഇതിങ്ങനെയായിരുന്നു ആ സ്ട്രക്ചർ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഭാഗം കേട്ടോ ഇത്. അപ്പോൾ ഒരുപാട് യുദ്ധങ്ങളും കാലങ്ങളും നടന്ന്, അത് ഇരുമ്പ് യുഗ കാലഘട്ടം തൊട്ട് അതിനു മുമ്പ് തൊട്ട്, അതായത് BC 900 ഇരുമ്പ് യുഗത്തിൻ്റെ അവസാനത്തിലാണ് ദാവീദ് രാജാവ് ഈ പട്ടണം നിർമ്മിച്ചതെന്ന് ഞാൻ പറഞ്ഞു. അപ്പം നിങ്ങൾ ഓർക്കണം, BC 900 മുമ്പ് തൊട്ട് ഈ ഓരോരുത്തരും, അതായത് ദാവീദ് രാജാവ് ഈ പട്ടണം പിടിച്ചെടുക്കുന്നത് ജബൂസൈറ്റുകളുടെ അടുത്തുനിന്നാണ്. അതിനു മുമ്പ് ജബൂസൈറ്റുകൾ പിടിച്ചെടുത്ത വേറെ ആൾക്കാരുണ്ടാവും. ഇത് കണ്ടോ, ചെറിയ എന്താ പറയുക, വെള്ളം സംഭരിച്ച് വെക്കാനുള്ള ചെറിയ ടണൽ പോലത്തെ സാധനങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ കാണാൻ കേട്ടോ. അപ്പം ദാവീദ് രാജാവ് പിടിച്ചെടുത്ത ജബൂസൈറ്റുകളിൽ നിന്നാണ്. അത് കഴിഞ്ഞിട്ട് റോമാക്കാരുണ്ട്, കുരിശുദ്ധ കാലഘട്ടമുണ്ട്, അതിനുശേഷം എന്താ പറയുക ഓട്ടോമൻ സുൽത്താൻ്റെ കാലഘട്ടമുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് കാലഘട്ടം, ഒരുപാട് ആൾക്കാർ പിടിച്ചെടുത്ത്, പിന്നെ അവരിൽ നിന്ന് വേറെ ആൾക്കാർ പിടിച്ചെടുത്ത്, അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇതൊരു വിശുദ്ധ ഭൂമിയായിട്ട് കണക്കാക്കപ്പെടുന്നത്. ഒരുപാട് എന്താ പറയുക ആൾക്കാർ, മുസ്ലിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ, മൗണ്ട് ടെമ്പിൾ എന്ന് പറയുന്നത് ജൂതമതവിശ്വാസികൾക്കും ക്രിസ്ത്യൻ മതവിശ്വാസികൾക്കും എന്താ പറയുക മുസ്ലിങ്ങൾക്കും എല്ലാം പ്രിയപ്പെട്ട ഒരു സ്ഥലമായിട്ടാണ് മൗണ്ട് ടെമ്പിൾ ഉള്ളത്. അതുകൊണ്ട് എല്ലാ ഭാഗവും, ഇതിൻ്റെ ഓരോ ഭാഗവും ഓരോ രാജാക്കന്മാർ അല്ലെങ്കിൽ ഓരോ ഭരണാധികാരികൾ പിടിച്ചെടുത്ത സമയത്ത് അവർ നിർമ്മിച്ച ഓരോ ഭാഗങ്ങളാണ്. അത് ഞാൻ പറഞ്ഞ നമ്മുടെ ഓൾഡ് സിറ്റീനെ കവർ ചെയ്യുന്ന പോകുന്ന 8 ഗേറ്റുകളോട് കൂടിയ മതിലുണ്ടല്ലോ, ആ മതിൽ ഓട്ടോമൻ സുൽത്താനാണ് നിർമ്മിച്ചത്. ആ 8 ഗേറ്റുകളോട് കൂടിയ മതിൽ നിർമ്മിച്ചത് ഓട്ടോമൻ സുൽത്താൻ സുലൈമാൻ ദി മാഗ്നിഫിസെൻ്റ് ആണ് ആ ഗേറ്റുകൾ നിർമ്മിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ള ഓരോ ഭാഗങ്ങളും നിറച്ച ഓരോ ഭരണാധികാരികളാണ്. ഇത് ഞാൻ പറഞ്ഞില്ലായിരുന്നു, ഭരണികൾ കണ്ടെത്തിയായിരുന്നു എന്ന് പറഞ്ഞില്ലേ ഇവിടെ കുഴിച്ചെടുത്തപ്പം അന്നത്തെ കാലത്ത്. ആ ഭാഗമാട്ടോ ആ കാണുന്ന കൽഭരണികൾ, ഇങ്ങനത്തെ കുറച്ച് ഭാഗമുണ്ട്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ അണ്ടർഗ്രൗണ്ടിലോട്ട് വലിയൊരു തുള പോലൊരു ഭാഗമുണ്ട്. ഈ ടണലുണ്ടാവില്ല, അതുപോലൊരു ഭാഗമുണ്ട് കേട്ടോ. ഇതിനുള്ള 1 2 3 4 5 കുറച്ച് 8-10 മൺഭരണികൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളൊക്കെ നിധി ഉണ്ടായിരുന്നതായിരിക്കുമോ? ഉണ്ടാവില്ലേ, ചിലപ്പോൾ വെള്ളം സൂക്ഷിച്ച് വെക്കാൻ ഉപയോഗിച്ചിരുന്ന ഭരണികളായിരിക്കും. മറ്റേ എന്തായിരുന്നു, നസ്രത്തിലെ കല്യാണത്തിന് ഈശോ വെള്ളം വീഞ്ഞാക്കിയ ഇങ്ങനത്തെ കൽഭരണിയിൽ നിന്ന് അങ്ങനത്തെ ഏതൊരു ഫോട്ടോയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലത്തെ ഒരു കൽഭരണി. കൊള്ളാം, നൈസ്. ഇതിലൊക്കെ ഇങ്ങനത്തെ പണ്ടൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, നിധിയൊക്കെ ഇങ്ങനത്തെ കൽഭരണിയിൽ സൂക്ഷിച്ച് വെക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഇതൊക്കെ മാങ്ങ ഉപ്പിലിടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഭരണി മാത്രമേ നമ്മൾ കണ്ടിട്ടുണ്ടാവുള്ളൂ. ഇതിൻ്റെ ഉള്ളിലോട്ട് പോകുമ്പം ചെറിയൊരു ടണൽ പോലത്തെ ഒരു സംഭവം കേട്ടോ, വലിയൊരു ടണൽ, ചെറിയ ടണലൊന്നുമല്ല. അതിൻ്റെ അടിയിലോട്ട് നോക്കിയിട്ട് എനിക്ക് തന്നെ കാണാൻ പറ്റിയില്ല. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല, വീഡിയോ ചെയ്യുമ്പോൾ ചിലപ്പം വെയിലില്ലാത്തതുകൊണ്ട് ചിലപ്പം ഇരുട്ടൊരു ഭാഗമായിരിക്കും. കണ്ടോ, അതിൻ്റെ ഉള്ളിലൊരു പില്ലറൊക്കെ ഉണ്ട്, ഒരു പില്ലറും വലിയൊരു ടണൽ പോലത്തെ ഒരു ഗുഹ. അങ്ങോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല, അത് വേറെ കാര്യം. ഫോണ് പോയാൽ തീർന്ന്. ഞാൻ പല സ്ഥലത്തുനിന്നും എൻ്റെ കയ്യിൽ നിന്ന് ഫോണ് ഞാൻ ഓർത്ത് ഇപ്പം താഴെ വീണ് കഴിഞ്ഞാൽ തീർന്നു വെച്ചു. അതിൻ്റെ ഒരു കണക്ഷനാട്ടോ, വേറൊരു ഭാഗമാട്ടോ കേട്ടോ ഇത് കണ്ടോ, ഉള്ളിലോട്ട് ഇരുട്ടായതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് പറഞ്ഞാൽ നല്ല ആഴമുണ്ട്. എല്ലാ സ്ഥലത്തുമുള്ള ടണലുകൾക്ക് നല്ല ആഴമുണ്ട്. ഞാൻ പറഞ്ഞതെന്നറിയില്ല, ഇതിൻ്റെ ഏറ്റവും താഴ്ഭാഗത്താണ് കേട്ടോ, അതായത് ആ മതിലിൻ്റെ, അതായത് ഈ കുന്നിൻ്റെ ഏറ്റവും അടിഭാഗത്ത്, അതായത് സിൽവാൻ്റെ അങ്ങേയറ്റ അടിഭാഗത്തായിട്ടാണ് സിലോം
ടണൽ, അത് സിലോഹ പൂള് സ്ഥിതി ചെയ്യുന്നത്. അത് യേശു കുരുടനായ ആളെ മറ്റേ മണ്ണ് കുഴച്ച് തേച്ചിട്ട് സിലോഹ കുളത്തിൽ പോയി കണ്ണ് കഴുകാൻ പറഞ്ഞില്ലായിരുന്നു, അപ്പോൾ കാഴ്ച തിരിച്ച് കിട്ടിയ ആ കുളം ഇതിൻ്റെ ഏറ്റവും താഴ്ഭാഗത്തുണ്ട് കേട്ടോ. അവിടെ ഞാൻ ഓൾറെഡി വീഡിയോ എടുത്തിട്ടുണ്ട്, യൂട്യൂബിൽ വരും കേട്ടോ. അപ്പം നമ്മൾ പറഞ്ഞു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ഇന്ന ആളുടെ സ്ഥലം എന്നൊന്നും ഇല്ലായിരുന്നു. ഒരുപാട് പേരുടെ കയ്യിലൂടെ കൈമറിഞ്ഞ് യഹൂദ വിശ്വാസികൾ, അതായത് ജൂതമത വിശ്വാസികൾ, ഇപ്പം പലസ്തീന് കാര്യം എല്ലാം നമ്മുടെ നാട്ടുകാർ, നമ്മൾ ബ്രിട്ടീഷുകാരുടെ അടുത്ത് നിന്ന് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടില്ലായിരുന്നു. അതുപോലെ തന്നെ യഹൂദ മതക്കാരും ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് അവർക്ക് വേണ്ടിയിട്ടൊരു ഭൂമി പിടിച്ചെടുത്തതാണ് അവർക്കും ആവശ്യമുണ്ടായിരുന്നു. അവർ സ്പ്ലിറ്റ് ആയിപ്പോയി. അതായത് ഹിറ്റ്ലറിൻ്റെ സമയത്തൊക്കെ നിങ്ങൾക്കറിയാം എന്തോരം അവർ സ്ട്രഗിൾ ചെയ്തു, എന്തോരം പേരെ അവർ കൊന്നു എന്ന് നിങ്ങൾക്കറിയാം അല്ലേ. അതുപോലെ തന്നെ ഞാൻ വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി. ഞാൻ നോക്കുന്ന അമ്മച്ചി ഉണ്ടല്ലോ, അമ്മച്ചീൻ്റെ ഹസ്ബൻഡ് ഹിറ്റ്ലറിൻ്റെ മറ്റേ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ പെട്ടുപോയ ഒരാളായിരുന്നു. അന്ന് ആ സമയത്ത് അമ്മച്ചി ഇപ്പോഴും പറയുന്ന ഒരു സംഭവമാണ്, അന്ന് ആ സമയത്ത് ഹിറ്റ്ലറിൻ്റെ നാസി പട്ടാളം അമ്മച്ചീൻ്റെ ഹസ്ബൻഡിൻ്റെ പല്ലുകളെല്ലാം പച്ചയ്ക്ക് പല്ലുകളെല്ലാം അതായത് ഇവർ കെട്ടിവെക്കുന്ന കയറുണ്ടല്ലോ, ആ കയറിൽ നിന്ന് രക്ഷപ്പെടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ആ പല്ലുകളൊക്കെ പറിച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അന്ന് പുള്ളിക്കാരന് 10-18 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. പുള്ളി ഒരു വലിയ പുഴയുണ്ടായിരുന്നു, ഇവർ കോൺസെൻട്രേഷൻ ക്യാമ്പിൻ്റെ താഴെയായിട്ട് വലിയൊരു പുഴ, ആ പുഴയിൽ ചാടി രക്ഷപ്പെട്ട് വന്നതുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ വന്നതും ജീവിച്ചതുമൊക്കെ. അമ്മച്ചി വരുന്ന സമയത്തൊക്കെ എൻ്റെ അമ്മച്ചിക്ക് ഇപ്പം 87 വയസ്സുണ്ട് കേട്ടോ. അമ്മച്ചി വരുന്ന സമയത്തൊക്കെ അമ്മച്ചിക്ക് ഇവിടെ ഒന്നുമില്ല, ഇസ്രായേലിൽ ഒന്നുമില്ലായിരുന്നു. അതിന് ശേഷമാണ് ഇസ്രായേൽ ബിൽഡ് ചെയ്തതും കാര്യങ്ങളൊക്കെ. മഴ വരുന്നുണ്ട് കേട്ടോ. ഇത് എന്താ പറയുക, അവരുടെ ഈ നമ്മുടെ രാജകൊട്ടാരത്തിലോട്ട് കയറി ചെല്ലുമ്പോൾ ഉള്ള സഭയുണ്ടാവില്ല, സഭേൻ്റെ ഉള്ളിലോട്ട് കയറി ചെല്ലുന്ന ഭാഗം ഉണ്ടല്ലോ, ആരിവിടെ എന്നൊക്കെ ചോദിക്കുന്ന ആ ഭാഗം, നമ്മുടെ രാജകൊട്ടാരത്തിൻ്റെ എന്താ പറയുക, രാജാവിൻ്റെ എന്താ അതിന് പറയടാ, വിട്ടുപോയി, എന്തായാലും ആട്ടെ, രാജകൊട്ടാരത്തിൻ്റെ രാജാവിൻ്റെ കസേരയുള്ള സ്ഥലമുണ്ടല്ലോ, അവിടെ അതുപോലെ ഉണ്ട് എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ മേൽഭാഗത്തുനിന്ന് ആരിവിടെ എന്നൊക്കെ ചോദിക്കാം. ഇതിൻ്റെ ഉള്ളിൽ എനിക്ക് തോന്നുന്നു മൗണ്ട് ടെമ്പിളിലോട്ട് എൻട്രൻസ് ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു കേട്ടോ, അപ്പോൾ അടച്ചേക്കുന്നതാണ്. അപ്പം ഞാനെന്താ പറഞ്ഞത്, അപ്പം അമ്മച്ചീൻ്റെ കാര്യം. അപ്പം അമ്മച്ചിയൊക്കെ വരുന്ന സമയത്ത് ഇവിടെ ഒന്നുമില്ലായിരുന്നു, ഇസ്രായേൽ എന്ന് പറഞ്ഞ നഗരമേ ഇല്ലായിരുന്നു, രാജ്യമേ ഇല്ലായിരുന്നു അന്ന്. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഓരോ കാലഘട്ടത്തിലാണ് ഇത് ബിൽഡ് ചെയ്ത് ഈ ഒരു രൂപത്തിൽ ആക്കി എടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് കണ്ടോ, ഇത് മതിലിൻ്റെ സ്ട്രക്ചർ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. വലിയ കല്ലുകൾ, ചെറിയ കല്ലുകൾ, അതിൻ്റെ ചെറിയ കല്ലുകൾ, ഇങ്ങനെ കല്ലുകളുടെ വലിപ്പം കണ്ടോ. അതിൻ്റെ ഉള്ള എൻട്രൻസ് ഉണ്ടായിരുന്നു, അത് അടച്ചേക്കുകയാണ് കണ്ടോ. 3 വാതിലുകൾ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ, കണ്ടോ. അതിൻ്റെ താഴെ അതിൻ്റെ ഒരു ഫോട്ടോ താഴെയുണ്ട് കേട്ടോ, അത് കാണിച്ചു തരാവേ. ഇതിൻ്റെ 3 വാതിലുകൾ പോലെ അവിടെ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ താഴെ ഒരു ഫോട്ടോ ഉണ്ട്, അത് കാണിച്ചു തരാം. അത് കാരണം മൗണ്ട് ടെമ്പിളിൻ്റെ ഉള്ളിലോട്ട് കയറാനും ഇറങ്ങാനുമുള്ള ഒരു രീതിയിലുള്ള വാതിലുകൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ആരുടെയും ഓരോ സമയത്ത് ഓരോ ഭരണാധികാരികൾ ഇത് പിടിച്ചെടുത്ത സ്ഥലമാണ്, മനസ്സിലായോ. അപ്പം ഈ പലസ്തീൻകാർ ഇവിടെ ഉണ്ടായിരുന്നു, പലസ്തീൻകാരുടെ കയ്യിൽ നിന്നാണ് ഇസ്രായേൽ ഇത് പിടിച്ചെടുത്തത്. അങ്ങനെ ഓരോ ഭരണാധികാരികളെ റോമാക്കാർ പിടിച്ചെടുത്തിട്ടുണ്ട്. അത് ഞാൻ വീണ്ടും പറയാണ്. അങ്ങനെ ഇതിപ്പം ഇസ്രായേലിൻ്റെ രാജ്യമാണ്. ആ കാണുന്നത് സിൽവാൻ ഏരിയയാണ്, അത് പലസ്തീൻ്റെ ഏരിയയാണ്. ഇവിടെ മുസ്ലിങ്ങളും യഹൂദരും തമ്മിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, പ്രശ്നങ്ങളേ ഇല്ല. ഇവരിവിടെ സമാധാനമായിട്ടാണ് പോകുന്നത്. പുറത്തുനിന്ന് ആക്രമിക്കുന്ന ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ഇപ്പം നമ്മുടെ രാജ്യത്തേക്ക് നമ്മളൊരാൾ മാന്താൻ വന്നു, നമ്മളൊരാൾ ചെറുതായിട്ടൊന്ന് തോണ്ടിയിട്ട് പോയാൽ നമ്മൾ ചെറുതായിട്ടൊന്ന് മാന്തൂലേ. ഇപ്പം നമ്മൾ ഇന്ത്യക്കാരും പാകിസ്ഥാൻകാരും ഉള്ള പ്രശ്നമുണ്ടല്ലേ, അതുപോലെ തന്നെ. പക്ഷേ അത് വേറെ കുറേ ആൾക്കാർ ചേർന്ന് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളുണ്ടല്ലോ, അങ്ങനത്തെ കുറച്ച് വലുതാവുന്ന പ്രശ്നങ്ങളാണ്. അല്ലാണ്ട് ഇവിടെയുള്ള പലസ്തീൻ മുസ്ലിങ്ങളും യഹൂദരും തമ്മിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഇവിടെ 3 വർഷമേ വന്നിട്ട്, എനിക്ക് അങ്ങനെ തോന്നിയിട്ടുമില്ല. ഇത് അന്നത്തെ കാലത്തുണ്ടായിരുന്ന കൊട്ടാരത്തിൻ്റെ പില്ലേഴ്സാണ് കേട്ടോ, തൂണുകളാണ് കേട്ടോ. രാജകൊട്ടാരം ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ടൂറിസ്റ്റ് ഗൈഡ് വന്നിട്ട് വളരെ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനും കുറച്ച് നേരം കേട്ടു, എനിക്കും ഇതിനെക്കുറിച്ച് വലിയ പിടിപാടുകളില്ലായിരുന്നല്ലോ. അപ്പം ഞാനും അത് കുറച്ച് നേരം കേട്ടു. ഇത് കണ്ട പില്ലേഴ്സിൻ്റെ ഭാഗങ്ങൾ, അന്ന് ഉണ്ടായിരുന്ന തൂണുകൾ, ആ തൂണുകളുടെ ഭാഗങ്ങൾ ഇപ്പോഴും ഇങ്ങനെ നമ്മൾ ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് കണ്ടോ, ഇതൊക്കെ കുഴിയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒന്നും അടിഭാഗം കാണാൻ പറ്റത്തത്ര വലിയ ടണലുകൾ ഇതിൻ്റെ ഉള്ളിൽ കൂടി പോകുന്നുണ്ട്. അതായത് വെള്ളം ജലം സംഭരിച്ച് വെക്കാനുള്ള ജലസംഭരണികളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ ഓരോ ഭാഗങ്ങളുണ്ട് കേട്ടോ. അപ്പം നമ്മളെന്തായിരുന്നു പറഞ്ഞത്, ഇപ്പം ഇവിടെ ഒരു ഭാഗമുണ്ട് കേട്ടോ. ഇവിടെയാണ് ഈ ഫോട്ടോയിൽ നമുക്ക് കാണാൻ പറ്റും
കാണിച്ചു തരാവേ. കണ്ടോ, അത് കണ്ടോ, അതിൻ്റെ ഉള്ളിലോട്ട് കയറി പോകുന്ന എൻട്രൻസ്, ഞാൻ പറഞ്ഞില്ല ഒരു വാതിലുണ്ടായിരുന്നു എന്ന്. ആ എൻട്രൻസ് ഇങ്ങനെയായിരുന്നു, ആ സ്റ്റെപ്പുകൾ കയറിയിട്ട് അതിൻ്റെ മേലോട്ട് പോകാനുള്ള എൻട്രൻസ് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ എക്സ്പ്ലനേഷൻസും വിവരങ്ങളും കുറച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഹുൽദ ഗേറ്റ്, ആ ഗേറ്റ് അവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇതിൻ്റെ അടിയിൽ ഞാൻ പറഞ്ഞില്ലായിരുന്നു, നമ്മൾ മുസ്ലിംസൊക്കെ ഇങ്ങനെ നിസ്കരിക്കാനൊക്കെ പോകുന്ന സമയത്ത് കൈയും കാലൊക്കെ കഴുകുന്ന പോലത്തെ ചെറിയൊരു പൂളാണ് കേട്ടോ, ചെറിയൊരു കുളം പോലത്തെ ഭാഗമാണ് ആ താഴെ നിങ്ങൾ കണ്ടത്. അതിൻ്റെ എക്സ്പ്ലനേഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് വിശുദ്ധീകരണത്തിന് പോകുന്ന സമയത്ത് കുളിക്കാനുള്ള കുളമായിരുന്നു അത്. ചെറിയ കാലും കൈയും കഴുകാനൊക്കെ ഉള്ളിട്ടുള്ള, അത് പ്രാർത്ഥനയ്ക്ക് പോകുന്നതിന് മുമ്പുള്ള ചെയ്യാനുള്ള കുളം ആയിട്ടായിരുന്നു അത് കണക്കാക്കിയിരുന്നത്. അതിൻ്റെ എക്സ്പ്ലനേഷൻസും കാര്യങ്ങളും ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അത് മുങ്ങിക്കുളിക്കാൻ പാകത്തിന്, അന്ന് കാലും കൈയും കഴുകാൻ പാകത്തിനല്ല, മുങ്ങിക്കുളിക്കാൻ പാകത്തിനുള്ളൊരു കുളമായിട്ടായിരുന്നു അന്ന് നിർമ്മിച്ചതെന്നാണ് അതിൻ്റെ ഉള്ളിൽ പറയുന്നത് കേട്ടോ. അപ്പം ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഞാനത് ഒറ്റ ഒരു ടേക്കിനാണ് ഇത് പറഞ്ഞു തീർത്തതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം നിങ്ങൾക്ക് ബോറടിച്ചില്ല, നിങ്ങൾ എത്ര പേര് ഇത് കാണുമെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ ഞാൻ കണ്ട കാര്യങ്ങൾ ഇത് നിങ്ങളുമായിട്ടും ഷെയർ ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് ഇത് ഇട്ട് തന്നത് കേട്ടോ. ഇത് അത്യാവശ്യം എനിക്കൊന്ന് 1 മണിക്കൂറിൻ്റെ അടുത്ത് എടുത്തു ഞാനിതൊന്ന് കവർ ചെയ്ത് പോരാൻ വേണ്ടിയിട്ട്, ഈ ടണൽ പോലത്തെ ഭാഗങ്ങൾ കവർ ചെയ്ത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഇതിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് പോകാനുള്ള ഭാഗങ്ങൾ ഇനിയും ഉണ്ട് കേട്ടോ, ഇനിയും കുറച്ച് ഭാഗം അങ്ങോട്ടേക്ക് പോകാനുണ്ട്. അപ്പം ഇത്ര എന്തായാലും മതി, ഇത്രയൊന്നും ആരും കാണത്തൊന്നുമില്ല, എന്നാൽ ഇത്രയും മതി. അപ്പം അടുത്ത വീഡിയോ കാണാവേ.